ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട്. 29 ഒഴിവുകളാണുള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ്: ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തിക UR 9, SC 4, ST 2, OBC 8, EWS 3, PWBD 3, ടോട്ടൽ 29. www.ucms.ac.in/administration/show-careers എന്ന ലിങ്കിലൂടെയാണ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12 ഒക്ടോബർ 2024 ഈ വിജ്ഞാപനത്തിൽ ഒക്ടോബർ 9 പറഞ്ഞിരിക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 12 ആക്കിയിട്ടുണ്ട്. നമുക്കിനി മറ്റു വിവരങ്ങൾ നോക്കാം. തസ്തികയുടെ പേര് ജൂനിയർ അസിസ്റ്റൻറ്റ്. പേ ലെവൽ 2 ആണ്. അതായത് സ്റ്റാർട്ടിംഗ് ബേസിക് പേ 19,900. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അലവൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 40,000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. ഗ്രൂപ്പ് സി മിനിസ്ട്രിയൽ പോസ്റ്റാണ്. ഉയർന്ന പ്രായം 27 വയസ്സ്. ഇതുകൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ വയസ്സളവും OBC കാറ്റഗറിക്ക് 3 വർഷത്തെ വയസ്സളവും ലഭിക്കും ഉയർന്ന പ്രായപരിധിയിൽ. വിദ്യാഭ്യാസ യോഗ്യത: ഒരു അംഗീകൃത ബോർഡിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ ഉള്ള +2 പാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റ്, ഹിന്ദിയിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവണം. അപേക്ഷാ ഫീസ്: UR, OBC, EWS കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. SC/ST, PWBD സ്ത്രീകൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ബാധകമല്ല. ഓൺലൈൻ അപേക്ഷയുടെ കൂടെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് അനക്ഷൽ 1 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. രണ്ടാമത്തേത് കോപ്പി ഓഫ് മാർക്ക് ഷീറ്റ് ഓഫ് എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് +2ൻ്റെ അല്ലെങ്കിൽ തത്തുല്യത്തിൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. മൂന്നാമത്തേത് കോപ്പി ഓഫ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓഫ് അതർ ക്വാളിഫിക്കേഷൻ, അതായത് ഹയർ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST, OBC, EWS എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ബാധകം. PWBD കാറ്റഗറിയുടെ സർട്ടിഫിക്കറ്റ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ പ്രസൻറ്റ് എംപ്ലോയർ. ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് പ്രോപ്പർ ചാനൽ വഴി, അതുവഴി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം. പേപ്പർ 1 MCQ ടൈപ്പാണ്. 3 മണിക്കൂറാണ് പരീക്ഷാ സമയം. 200 ക്വസ്റ്റ്യൻ, 200 മാർക്ക്. പേപ്പർ 2 എസ്സേ ആൻഡ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ്, അതായത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും. 1.5 മണിക്കൂറാണ് പരീക്ഷാ സമയം. 100 മാർക്ക്. അങ്ങനെ ടോട്ടൽ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 300 മാർക്കിനാണ്. ടെസ്റ്റ് കമ്പോണൻസ്: പേപ്പർ 1 ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. റീസണിങ് എബിലിറ്റി 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. മാത്തമാറ്റിക്കൽ എബിലിറ്റി 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അങ്ങനെ ടോട്ടൽ 200 മാർക്ക്. പേപ്പർ 2 ആണെങ്കിൽ എസ്സേ, കോംപ്രിഹെൻഷൻ ആൻഡ് ലെറ്റർ റൈറ്റിംഗ് 100 മാർക്കിന്. സ്കിൽ ടെസ്റ്റ് കമ്പ്യൂട്ടറിലായിരിക്കും നടത്തുന്നത്. അതായത് ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റ്, ഹിന്ദിയിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. 1/4 ആണ് നെഗറ്റീവ്. പേപ്പർ 1 ക്വാളിഫൈ ആവുന്നവരുടെ മാത്രമേ പേപ്പർ 2 വാല്യുവേറ്റ് ചെയ്യത്തുള്ളൂ. കൂടാതെ പേപ്പർ 1, പേപ്പർ 2 ഈ 2 പേപ്പറുകളുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈയിങ് നേച്ചർ മാത്രമാണ്, മാർക്കൊന്നുമില്ല. പരീക്ഷയുടെ സിലബസും മറ്റ് വിവരങ്ങൾ അറിയാനും വിജ്ഞാപനം നോക്കുക. വിജ്ഞാപനത്തിൻ്റെയും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.